IPL 19-ാം സീസണിന് മുന്നോടിയായി ടീമിൽ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക ഫ്രാഞ്ചൈസികൾ ഇന്ന് പുറത്തുവിടുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? തീർച്ചയായും SKN വലിയ ആകാംക്ഷയോടെയാണ് ഒരുപക്ഷെ ഈ വർഷത്തെ മത്സരങ്ങളെക്കാൾ ഇന്നത്തെ ഈ മത്സരങ്ങളെക്കാളൊക്കെ തന്നെ ആരാധകർ ഏറ്റവും ഉറ്റുനോക്കുന്നത് ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ ടീമുകൾ നിലനിർത്തും എന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ തന്നെ പല ടീമുകളിൽ നിന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പല ടീമുകളും ട്രേഡിലൂടെ ചില താരങ്ങളെയൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ട്. ഷാർദുൽ താക്കൂറിനെ മുംബൈ സ്വന്തമാക്കി. ഇപ്പം തന്നെ ലക്നൌവിലേക്ക് മുഹമ്മദ് ഷമി ചേക്കേറുന്നു. ഇങ്ങനെ ചില താര കൈമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഏതൊക്കെ താരങ്ങളെ ഏതൊക്കെ ടീമുകൾ നിലനിർത്തും എന്ന കാര്യത്തിലാണ് അറിയുന്നത്. പ്രമുഖ താരങ്ങളിലൊന്നും തന്നെ മാറ്റമുണ്ടാവില്ല. രോഹിത് ശർമ്മ മുംബൈയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. അത്ഭുതങ്ങൾ ഉണ്ടാവില്ല. ഒപ്പം തന്നെ ധോണി ചെന്നൈയിലും കോഹ്ലി RCBയിലും ഒക്കെ തന്നെ തുടരും. നമ്മൾ പക്ഷേ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും സഞ്ജു സാംസന്റെ കാര്യം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ വാർത്ത നമുക്ക് ലഭിച്ചത് സഞ്ജുവിൻ്റെ ട്രേഡ് പൂർത്തിയായി. ചെന്നൈയിലേക്കുള്ള ട്രേഡ് പൂർത്തിയായി. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ 3 മണിക്കകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായിട്ടില്ല. ഇന്ന് വരെ കാത്തിരിക്കാനായിരിക്കും ഒരുപക്ഷെ ചെന്നൈ ടീമിൻ്റെ തീരുമാനം ഉണ്ടാവുക. ഈ IPL ട്രേഡിലെ ഏറ്റവും വാർത്ത അതുതന്നെയായിരിക്കും. സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് എന്ന തരത്തിലാണ്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനത്തിനാണ് കാത്തിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം കഴിഞ്ഞ ശേഷം നടക്കുന്ന പ്രത്യേക ഷോയിലായിരിക്കും ഈ റിട്ടൻഷൻ ഏതൊക്കെ എന്നുള്ളത് പ്രഖ്യാപിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.